സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭ ഒരു നവീകരണം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കേരള കത്തോലിക്ക സഭ നിരന്തരമായ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഭിന്നതകളിലൂടെയും കലഹങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. സഭയുടെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം, പലരുടെയും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം, വെള്ളപ്പൊക്കവും കോവിഡും ഇതുമൂലം പല വൈദികരും പറയുന്നുണ്ട്, പണ്ടത്തെ പോലെ യുവജനങ്ങളും ദൈവജനവും പഴയതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സഭ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരിക്കൽ കൂടെ പെന്തക്കോസ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സഭ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഒരു പുതിയ പെന്തക്കോസ്ത, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം കേരള സഭ മാത്രമല്ല, ആഗോള കത്തോലിക്ക സഭ ആഗ്രഹിക്കുക. ഉറകെട്ടുപോയ ഉപ്പിനെ വീണ്ടും ഉള്ളതാക്കി മാറ്റുന്നതിന്, തീഷ്ണത കെട്ടുപോയ എരിഞ്ഞടങ്ങിപ്പോയതിനെ ഒരിക്കൽ കൂടെ ജ്വലിപ്പിക്കുന്നതിന്, തീഷ്ണതയുള്ള പ്രേക്ഷിതരെ വാർത്തെടുക്കുന്നതിന്, പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും അഭിഷേകത്തിലും കേരള സഭ ഒന്നാകുന്നതിന് നിരന്തരമായ പ്രാർത്ഥനയുടെ ഈ കാലഘട്ടത്തിലാണ് ഷാലോം TV ഈ പെന്തക്കോസ്തയുടെ ഒരുക്ക ധ്യാനത്തിലേക്ക് നമ്മളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളും അപകർഷതാബോധങ്ങളും ഭിന്നതകളും ദുരഭിമാനങ്ങളും അഹങ്കാരങ്ങളെയും കത്തിച്ചാമ്പലാക്കണമേ. വിശ്വാസികളുടെ ഇടയിലുള്ള അകാരണമായ ഭയങ്ങൾ, കൂടോത്രങ്ങളോടുള്ള ഭയങ്ങൾ, കൈവശദോഷങ്ങളോടുള്ള ഭയങ്ങൾ, ദുർമന്ത്രവാദങ്ങളോടും ക്ഷുദ്രക്രിയകളോടുള്ള ഭയങ്ങൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവയെല്ലാം കത്തിച്ച് ചാമ്പലാക്കി പുതിയ ഒരു ഡെലിവറൻസ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയ്ക്ക് വേണ്ടി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവജനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി, വളരെ പ്രത്യേകമാം വിധം ഈ ഒരു കാലഘട്ടത്തിൽ കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് കേരള സഭയുടെ ഈ നവീകരണ വർഷത്തിൽ ഈ ഒരു പെന്തക്കോസ്ത വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ഈ പെന്തക്കോസ്ത ഒരുക്ക ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ യേശയ്യാ ഇങ്ങനെ പ്രവചിച്ചു: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വസിക്കും. വലിയൊരു പ്രവചനമാണ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തു കാലത്തിൻ്റെ തികവില്
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്ത് ഭൂജാതനാകുകയും അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈ ലോകത്തിലെ തെറ്റായ ബോധ്യങ്ങൾ, ഈ ലോകത്തിലെ തെറ്റായ അറിവുകൾ, ഈ ലോകത്തിലെ തെറ്റായ ബന്ധങ്ങൾ, അവയെ വിശുദ്ധീകരിച്ച് ഈ ലോകത്തിൻ്റെ ആത്മാവിനാലല്ല നിങ്ങൾ നയിക്കപ്പെടേണ്ടത്, ദുഷ്ടാരൂപിയുടെ ആത്മാവിനാലല്ല നിങ്ങൾ നയിക്കപ്പെടേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് മുൻപിൽ പുറംതിരിഞ്ഞ് നിൽക്കരുതെന്ന് തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ജീവൻ നൽകിക്കൊണ്ട്, തൻ്റെ രക്തം കുരിശിൽ ചിന്തപ്പെട്ടുകൊണ്ട് ലോകത്തെ പഠിപ്പിച്ചു, വാഗ്ദാനം ചെയ്തു. തൻ്റെ മേൽ ആവസിച്ച അതേ ആത്മാവ്, പിതാവായ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനെ ലോകത്തിന് മുഴുവൻ, ദൈവജനത്തിന് മുഴുവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടു. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരുടെ മേൽ ആവസിച്ചത്. നാം ആ വിഷയങ്ങൾ ഈ ദിനങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നതാണ്. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ ഒരു മനുഷ്യാത്മാവിന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. രണ്ടാമത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. മൂന്നാമത്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. ഇതിൻ്റെ നിറവില്ലായ്മകളാണ് സഭയെ അസ്വസ്ഥമാക്കുന്നത്, സഭയെ ഭയപ്പെടുത്തുന്നത്, സഭയെ നിർവീര്യമാക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്താണ് ഫലങ്ങളെന്ന് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ധ്യാനിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഉറവിടം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ വരവിന് ഒരു വലിയൊരു ഒരുക്കം ആവശ്യമാണ്. വെറുതെ ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് കണ്ണുനീരൊഴുക്കുമ്പോഴോ ഒരുക്കമില്ലാതെ പ്രാർത്ഥിക്കുമ്പോഴോ കടന്നു വരുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്കിന് നമ്മുടെ ഒരു തുറവി, നമ്മുടെ ഒരു വിശുദ്ധി, നമ്മുടെ എളിമ, നമ്മുടെ ഒരു ഒരുക്കം ആവശ്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നാം കാണുന്നത് മാനസാന്തരത്തിന് ശേഷം ഡമാസ്കസ് അനുഭവത്തിലൂടെ കർത്താവായ യേശുവിനെ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുന്ന പൗലോസ്. നമുക്കറിയാം, അതൊരു റാഡിക്കൽ എൻകൗണ്ടറാണ്. അവിടെ ആ ഒരു ഹൃദയ കണ്ടുമുട്ടലാണ് അവിടെ നടക്കുന്നത്. ഒരാളെ മാറ്റിമറിച്ച സംഭവമാണ്. അത്രയും നാൾ ദൈവത്തിന് പുറംതിരിഞ്ഞ് നിന്ന, യേശുവിന് പുറംതിരിഞ്ഞ് നിന്ന പൗലോസ് ആ നിമിഷം മുതൽ യേശുവിന് അഭിമുഖമായിട്ട് നിൽക്കുക, സ്വർഗത്തിന് അഭിമുഖമായിട്ട് നിൽക്കുക. ഇനി വേണ്ടത് സ്വർഗം തുറക്കപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി പൗലോസിൻ്റെ മേൽ ഇറങ്ങി വരണം. സാവൂളിനെ പൗലോസാക്കി മാറ്റണം.
അപ്പോസ്തലനാക്കി മാറ്റണം. പൗലോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരു ഒരുക്കം ആവശ്യമാണെന്നാണ്. അനന്യാസിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് പൗലോസിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. എന്നാൽ നാം കാണുന്നത് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുൻപുള്ള 3 ദിവസങ്ങൾ പൗലോസ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഉപവസിച്ചുള്ള പ്രാർത്ഥന ആവശ്യമാണ്. നെഗറ്റീവ് എനർജികളെ ബഹിഷ്കരിക്കാനായിട്ട് ഈശോ തന്നെ പറഞ്ഞു, ഇവറ്റകളെ ബഹിഷ്കരിക്കാൻ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ സാധ്യമല്ല. അപ്പം 3 ദിവസങ്ങൾ പൗലോസ് തന്നിലുള്ള സകലവിധ നെഗറ്റീവ് എനർജികളെയും തന്നിലുള്ള എല്ലാ ദോഷങ്ങളെയും ആത്മീയ അഹങ്കാരങ്ങളെയും താനെന്ന ഭാവങ്ങളെയും ബഹിഷ്കരിക്കാനായിട്ട് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ സ്വർഗം നൽകുന്ന ആത്മാവിന് വേണ്ടി ദാഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 9:9 നാം വായിക്കുന്നു, അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അങ്ങനെ ആ 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആത്മാവിനാൽ പ്രചോദിതനായി അനന്യാസ് വന്ന് സാവൂളിൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചെതമ്പല് പോലെ എന്തോ ഒന്ന് അവനെ വിട്ടുപോകുന്നു. അവനിലുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ആകുലതകൾ, അപകർഷതാബോധങ്ങൾ, അസ്വസ്ഥതകൾ വിട്ടുപോകുകയും ദൈവമകനെന്ന പദവി, അപ്പോസ്തലികമായ അധികാരം, പുതിയൊരു അഭിഷേകം പൗലോസിൻ്റെ മേൽ ഇറങ്ങി വരികയും ചെയ്യുകയാണ്. രണ്ടാമത് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ, ആത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് നമുക്ക് അനുതാപം, പശ്ചാത്താപം ആവശ്യമാണ്. നീൽ ലൊസാനോ എന്ന അമേരിക്കക്കാരൻ നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഡെലിവറൻസിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ 5 താക്കോലുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മൾ 5 താക്കോലുകളിലേക്ക് പോകുന്നില്ല. അതിലേറ്റവും ആദ്യത്തെ താക്കോലായി അദ്ദേഹം അവതരിപ്പിച്ചത് അനുതപിക്കുക, പശ്ചാത്താപിക്കുക എന്നതാണ്. കർത്താവിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അനുതപിക്കുവിൻ, പശ്ചാത്താപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ദൈവരാജ്യത്തിൻ്റെ അഭിഷേകമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള കാര്യം പശ്ചാത്താപമാണ്. ഇത് പത്രോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അത് കേട്ടവർ പത്രോസിനെ പോലെ അഭിഷേകം പ്രാപിക്കാൻ, പത്രോസിന് ലഭിച്ച അതേ പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി അവർ ദാഹിച്ചുകൊണ്ട് അവർ പത്രോസിനോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങി പത്രോസിനോട് മറ്റ് അപ്പോസ്തലന്മാരോടും അവർ ചോദിച്ചു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37-ാമത്തെ വചനം, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന്, നിങ്ങളെപ്പോലെ ശക്തി പ്രാപിക്കുന്നതിന്, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് നിറയുന്നതിന്, പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് കിട്ടുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പത്രോസ് അവർക്ക് നൽകിയ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 2:38-37 പത്രോസ് പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ.
പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് നിറയും. ഇപ്പം നമ്മൾ ഷാലോൺ ടിവിയോടൊപ്പം പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് സാധാരണ നടത്തുന്ന ഒരു കുമ്പസാരമല്ല നാം ചെയ്യേണ്ടത്. അനുതാപത്തോടെ നിലവിളിച്ച് കണ്ണുനീരോടെ നുറുങ്ങിയ ഹൃദയത്തോടെ ഈശോയെന്ന് വിളിക്കുമ്പോൾ യേശുവിൻ്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കത്തക്ക വിധത്തിൽ, ഫീല് ചെയ്യത്തക്ക വിധത്തിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുതാപ ശുശ്രൂഷയിലൂടെ, ഒരു കുമ്പസാര ശുശ്രൂഷയിലൂടെ നാം കടന്നു പോകണം. ഇത് നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും. ഇത് നമ്മളെ നവീകരണത്തിലേക്ക് കൊണ്ടുവരും. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നാമും നമ്മുടെ കുടുംബങ്ങളും ശക്തി പ്രാപിക്കും. നാം ഈ പെന്തക്കോസ്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, മൂന്നാമത് ഒരു കാര്യം കൂടി നാം ധ്യാനിക്കണം. ഒന്ന്, ദാസനാകുക, ദാസിയാകുക. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വയനാട്ടിലെ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ്. അവിടെ ആയിരങ്ങൾ ഓടി വരും. അവർ വന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട നേർച്ച, അച്ഛാ, ഞങ്ങളെ പരിശുദ്ധ മാതാവിന് അടിമ വയ്ക്കണം. ഞാൻ ഇന്നു മുതൽ മാതാവിൻ്റെ ദാസനായിക്കൊള്ളാം, ദാസി ആയിക്കൊള്ളാം. വിശുദ്ധ മോൺഫോർട്ട് ദ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചു, മാതാവിന് നീ ദാസനായാൽ, ദാസിയായാൽ, പിന്നെ നിൻ്റെ എല്ലാ കാര്യങ്ങളിലും, നിൻ്റെ ആകുലതകളിൽ, നിൻ്റെ രോഗങ്ങളിൽ, നിൻ്റെ പ്രയാസങ്ങളിൽ പിന്നെ മാതാവ് നോക്കിക്കൊള്ളുമെന്ന്. ഇത് മോൺഫോർട്ടിൻ്റെ കാലം മുതൽ തുടങ്ങിയ വിശ്വാസമല്ല. പണ്ട് മുതലേ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എവിടെയെല്ലാം ഉണ്ടോ അവിടെയുള്ള എല്ലാമുള്ള വിശ്വാസമാണ്. ഇപ്പം പള്ളിക്കുന്ന് പള്ളി മാത്രമല്ല, മറ്റു പല പള്ളികളിലും വിശുദ്ധന്മാരുടെയൊക്കെ ദാസിയാകുന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസനാകുക, ദാസിയാകുക, അപ്പോസ്തല പ്രവർത്തനം 2:12 വചനം പറയുകയാണ്, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേലാണ്, ദാസിമാരുടെ മേലാണ്. ലൂക്ക 1:48 നാം വായിക്കുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ അംബാസിഡർ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, ആവേ മരിയ പിയേന ദി ഗ്രാസിയ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. എന്നിട്ട് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, ലോ സ്പിരിറ്റോ സാന്തോ ഷെന്തറ സുദിത്തേ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കും. പരിശുദ്ധാത്മാവ്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വസിക്കും. അതിന് കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ താഴ്മയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ താൻ വളരെ നിസാരയാണ് എന്ന ബോധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ വലിയൊരു മാതൃകയാണ്. അഹങ്കാരികളുടെ മേൽ, തലക്കനമുള്ളവരുടെ മേൽ സ്വർഗം താഴ്ന്നിറങ്ങില്ല. 2ാം ക്ലാസ്സുകാരിയായി എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മോനെ, താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം കൂട്ടുണ്ടാകുകയുള്ളൂ.
എൻ്റെ അമ്മ മാത്രമല്ല, പഴയ എല്ലാ അമ്മമാരും അവരുടെ മക്കളെ പഠിപ്പിച്ചു. ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇന്ന് ആ താഴ്മ, തോറ്റുകൊടുക്കൽ, എളിമപ്പെടൽ, മുതിർന്നവരുടെ മുൻപിൽ എളിമപ്പെടലൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: ഹോളി സ്പിരിറ്റിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരണമെങ്കിൽ നാം എളിമപ്പെടണം. ദൈവവചനത്തിൻ്റെ മുൻപിൽ, സ്വർഗത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ, മുതിർന്നവരുടെ മുൻപിൽ നാം എളിമപ്പെടുമ്പോൾ 1 പത്രോസ് 5:6 പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ കരത്തിൻ കീഴെ നീ താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നിന്നെ എടുത്തുയർത്തും. കർത്താവിൻ്റെ ആ എടുത്തുയർത്തലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നീ നിറയപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നീ നിറയപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട് നീ നിറയപ്പെടുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 4ാമത്തെ പോയിന്റ്, എല്ലാ വചനപ്രഘോഷകരും പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആവിർഭാവത്തോടെ നമ്മുടെ ഇടയിൽ ഒരുപാട് സഹോദരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നത് കാണുന്നു, വചനം പ്രഘോഷിക്കുന്നു, ദർശനവരങ്ങൾ ഉപയോഗിക്കുന്നു, ഭാഷാവരങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദാഹത്തോടു കൂടിയ ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ, വരണമേ എന്നുള്ള നിലവിളിച്ചുള്ള പ്രാർത്ഥനയാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ആ നിലവിളി കേൾക്കുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നത്. ഇതെൻ്റെയും നിങ്ങളുടെ എല്ലാം ഒരു അനുഭവമാണ്. നമ്മളിങ്ങനെ നുറുങ്ങിയ ഹൃദയത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തല മുതൽ പാദം വരെ ഷിവറിങ് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പുത്തൻ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക. ഈ ഉണർവിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങളൊക്കെയാണ്. നമുക്കറിയാം എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പെട്ടെന്ന് അച്ഛൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വരും ദിവസങ്ങളിലാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മളൊന്ന് ഓടിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇത് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ്. നിരാശരോഗം, വിഷാദരോഗം ഈ ഇന്ന് ജനത്തെ കാർന്ന് തിന്നുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതിൻ്റെ മെഡിസിൻ. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ: ജ്ഞാനം, ബുദ്ധി, സാമർഥ്യം, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭക്തി, ദൈവഭയം, 7 ദാനങ്ങൾ. അടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ: അറിവിൻ്റെ വരം, ജ്ഞാനത്തിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പ്രവചന വരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ വരങ്ങളും ദാനങ്ങളും ഫലങ്ങൾ നൽകുന്നത്? പ്രധാനമായിട്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവില്ലാതെ 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ ദൈവാത്മാവ് മുഖേന അല്ലാതെ ആർക്ക് സാധിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്ന എന്തിനാ? ഈ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഈ വരങ്ങളുടെ എല്ലാം ഉത്തമ കാര്യസ്ഥനായി
ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അതിന് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, അരൂപിയിലുള്ള സ്നാനം. ആ ഒരു വിഷയം നമ്മൾ വരും ദിവസങ്ങളിൽ പറയുന്നുണ്ട്. എങ്കിലും ആ സ്നാനം കിട്ടുമ്പോഴാണ് ഒരാൾക്ക് മനസ്സിലാകുന്നത് ദൈവമാണ് എൻ്റെ സൃഷ്ടാവ്, ഞാൻ വെറുമൊരു പൊടിയാണ്. ഒന്ന് പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവര്, നിനക്ക് ലഭിച്ച കഴിവുകൾ, നിനക്ക് ലഭിച്ച വരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. രണ്ടാമത്തേത്, ഇത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്. സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത ദിവസം രൂപം കൊണ്ട ഒരത്ഭുത കൂട്ടായ്മയാണ്. വരങ്ങളുടെയും ദാനങ്ങളുടെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെയും ഉപയോഗത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ മേൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവൻ്റെ സ്വന്തം പേരിനോ പെരുമയ്ക്കോ പണസമ്പാദനത്തിനോ വേണ്ടിയുള്ളതല്ല. നേരെ മറിച്ച് അവ സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. ഫോർ ദ എഡിഫിക്കേഷൻ ആൻഡ് ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച്. ആത്മാവിനെ ലഭിക്കാത്തവനാണ് സഭയുടെ ശത്രുവായി മാറുന്നത്, സഭയെ ദേഷിക്കുന്നത്, സഭയെ തകർക്കാൻ നോക്കുന്നത്. സഭയുടെ അകത്തും പുറത്തും ഇത്തരത്തിൽ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇതാ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അടിസ്ഥാന വെളിയുടെ ഊർജം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പുത്രനായി പുത്രിയായി ജീവിക്കാൻ സാധിക്കില്ല. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ഒരു ആലയമായി മാറണമെങ്കിൽ, നമ്മുടെ വീടും പറമ്പും ദൈവത്തിന് സ്വീകാര്യമായി മാറണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അസ്വസ്ഥതകളും വിട്ടുമാറാത്ത ദാരിദ്ര്യങ്ങളും തെറ്റായ ബോധ്യങ്ങളും തെറ്റായ ബന്ധങ്ങളും അസ്വസ്ഥതകളും ഭിന്നതയുടെ ദുരാത്മാക്കളും വിട്ടുപോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയണം. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഒരു പുതിയൊരു പെന്തക്കോസ്ത അനുഭവം നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ഒരാളും ഈ ഒരു പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. സഭയെ പടുത്തുയർത്താൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം. അങ്ങനെ നമ്മുടെ മെത്രാന്മാർ ആഗ്രഹിക്കുന്ന സഭാ നവീകരണം, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്ന സിനഡാലിറ്റി, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംജാതമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന കൃപയുടെ പ്രവാഹമാണ് പരിശുദ്ധാത്മാവ്. ആ അത്യുന്നതൻ്റെ ശക്തി സ്വീകരിച്ച് നമുക്ക് ശക്തരായി തീരാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം.
യേശുനാഥ വാവാ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ നീ എൻ പ്രാണനാഥൻ നീ എൻ സ്നേഹരാജൻ നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ വാവാ യേശുനാഥ പാടിക്കുക മക്കളെല്ലാവരും ചേർന്ന് പാടിക്കുക. യേശുവേ ജീവനും സ്നേഹവുമേ വാവാ യേശുനാഥ ആരാധന കരങ്ങൾ വീശി എല്ലാ കുടുംബങ്ങളിൽ ഈശോയെ നോക്കി യേശുവേ ആരാധന ഒരുമിച്ച് ചേർന്ന് പാടിക്കുക മക്കളെ. ആരാധന സാധിക്കുന്നവരൊക്കെ കരങ്ങൾ വീശി കർത്താവിനെ ആരാധിച്ച മക്കളെ, യേശുവേ ആരാധന സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് ആരാധന എല്ലാവരും ചേർന്ന് ആരാധന കുഞ്ഞുമക്കളൊക്കെ കരങ്ങൾ കുമ്പിപ്പിടിച്ച് യേശുവേ ആരാധന ആരാധന യേശുവിനെ നോക്കി ആരാധന ഈശോയെ യേശുവേ ആരാധന എല്ലാവരും ആരാധിച്ച മക്കളെ, ആരാധന ആരാധിക്കുന്ന ഈശോ ആരാധന പൂർണ്ണാത്മാവോടെ യേശുവേ ആരാധന സർവശക്തിയോടെ ആരാധിക്കുന്നു. ആരാധന യേശുവേ ആരാധന തൊടണമേ ഈശോ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്ത മഹോത്സവത്തിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ ഭവനങ്ങളിലിരുന്ന് ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ നമ്മളെല്ലാവരും ഒരുമിച്ച് കുടുംബാംഗങ്ങൾ മുഴുവൻ തല കുമ്പിട്ട് കർത്താവിനെ ആരാധിക്കുക. നിങ്ങൾ തല കുമ്പിട്ട് ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ എഴുന്നള്ളിയിരിക്കുന്ന അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങളുടെ വീട്, പറമ്പ്, മക്കള്, ആകുലതകള് എല്ലാം കർത്താവിൻ്റെ മുൻപിൽ വിട്ടുകൊടുത്ത് തല കുമ്പിട്ട് കർത്താവിനെ നന്നായിട്ടൊന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധിക്കുന്ന മക്കളൊക്കെ വീട്ടിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴെങ്ങനെയാണോ അതേപോലെ ഏറ്റവും ഭക്തിയോടെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് എങ്ങനെയാണോ ഇരുകരങ്ങൾ വിരിച്ചു പിടിക്കുന്നത് അതേ ഭാവത്തിൽ പ്രിയപ്പെട്ട മക്കളെ
ഇരുകരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്നൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, ആരാധിച്ച് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ പെന്തക്കോസ്ത ദിവസത്തില് അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങൾ പൂർണ്ണാത്മാവോടെ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച്, എല്ലാ മക്കളും സ്തുതിച്ച്, എല്ലാം മറന്ന് കർത്താവിനെ ആരാധിച്ച് ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, തിന്മകളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. വിളിച്ച് സ്തുതിച്ച മക്കളെ, യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയ സത്യമായിട്ടും ഈശോ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് വേണ്ടിയാണ്. ഈശോ ഇന്ന് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങള്, ആനന്ദം, സമാധാനം, സന്തോഷം, ഇതെല്ലാം നമ്മുടെ ഭവനങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങള്, അറിവ്, ജ്ഞാനം, വിവേകം, ഓർമ്മശക്തി, ആത്മധൈര്യം, ആത്മവിശ്വാസം, ഇവയെല്ലാം നമുക്ക് നൽകുന്നതിനായി ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങള് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവ് സമ്മാനമായിട്ട്. നമ്മുടെ കുറവുകളിലേക്ക് കർത്താവ് നോക്കുന്നില്ല, നമ്മുടെ അഹങ്കാരത്തിലേക്ക് കർത്താവ് നോക്കുന്നില്ല. ഈ ഒരു നിമിഷം കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയൊരു അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, നല്ല അഭിഷേകത്തോടെ ഒച്ചത്തില്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധമായ ഒരു പെന്തക്കോസ്ത തിരുനാളിനായി, ഒരു പെന്തക്കോസ്ത തിരുനാളിനായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ആഗ്രഹിച്ച് ഞാനും എന്റെ കുടുംബവും ഏക മനസ്സോടെ ശാലോം ടിവിയോട് ചേർന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ, സത്യാത്മാവിനെ, വിവേകത്തിന്റെ ആത്മാവിനെ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ, അറിവിന്റെ ആത്മാവിനെ, സന്തോഷത്തിന്റെ ആത്മാവിനെ, രോഗശാന്തിയുടെ ആത്മാവിനെ, വിശ്വാസത്തിന്റെ ആത്മാവിനെ, പെന്തക്കോസ്തയുടെ ആത്മാവിനെ, സ്ത്രീകന്മാരിൽ ഇറങ്ങി വന്ന അതേ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തല മുതൽ പാദം വരെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു പെന്തക്കോസ്ത ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ എല്ലാ ആകുലതകളും, എല്ലാ രോഗങ്ങളും, നിരാശകളും വിട്ടുമാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ വചനത്തിന്റെ ആത്മാവേ എഴുന്നള്ളി വരണമേ വചനത്തിന്റെ ആത്മാവേ എഴുന്നള്ളി വരണമേ ആദിമസഭയെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ആദിമസഭയെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ സേവന വരങ്ങളാൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ സേവന വരങ്ങളാൽ നിറയപ്പെടട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിച്ച് മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിന്റെ പുത്തൻ അഭിഷേകം, ഡെലിവറൻസിന്റെ അഭിഷേകം, രോഗശാന്തിയുടെ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്, vieni 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 Spirito Santo, vieni Spirito Santo, Spirito di Dio, Spirito di amore, Spirito di pace, vieni vieni Spirito Santo. Hallelujah, hallelujah, hallelujah. Vieni Spirito Santo, vieni Spirito Santo. കരങ്ങൾ അടിച്ചു മക്കളെ, എല്ലാവരും നല്ല അഭിഷേകത്തോടെ. പാവ പാവ പാവ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അത്ഭുത ശക്തി ഈശോ, അത്ഭുത പവർ ഈശോ. പാവ പാവ പാവ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പാടിക്ക മകൾ, എല്ലാരും പാടിക്കേ, എല്ലാവരും ചേർന്ന്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അഭിഷേകം കിട്ടട്ടെ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പാടിക്ക മക്കളല്ലേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കേരള സഭയ്ക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാ വൈദികർക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ മെത്രാന്മാർക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ സന്യസ്തർക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പുതിയ പുതിയ ദൈവവിളികൾ ഉണ്ടാകാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. തെറ്റായ ബോധ്യങ്ങൾ വിട്ടുപോകാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാ രോഗങ്ങളും വിട്ടുപോകാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. സഭാ സ്നേഹത്തിൽ ജ്വലിക്കാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വന്ദനമടിക്കണമേ പരിശുദ്ധാത്മാവേ. പാടിക്ക മക്കളെ. പരിശുദ്ധാത്മാവേ
തകർച്ചകൾ നീക്കണമേ. പരിശുദ്ധാത്മാവേ സാത്താനെ ബന്ധിക്കണമേ. പരിശുദ്ധാത്മാവേ തിന്മകൾ നീക്കണമേ. പരിശുദ്ധാത്മാവേ സാത്താനെ ബന്ധിക്കണമേ. പരിശുദ്ധാത്മാവേ ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഏറ്റുപാടിക്ക് ഏറ്റുപാടിക്ക്. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. സാത്താന്റെ ചങ്ങല പൊട്ടട്ടെ. പരിശുദ്ധാത്മാവേ സാത്താന്റെ ചങ്ങല പൊട്ടട്ടെ. പരിശുദ്ധാത്മാവേ റുഹാ റുഹാ റുഹായേ 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 അത്ഭുത ശക്തി റുഹായേ അത്ഭുത പാവ റുഹായേ അത്ഭുത ശക്തി റുഹായേ അത്ഭുത ഭാവ റുഹായേ അത്ഭുത ശക്തി റുഹായേ അത്ഭുത പാവ റുഹായേ അത്ഭുത ശക്തി റുഹായേ അത്ഭുത ഭാവ റുഹായേ ബന്ധനമെല്ലാം അടിക്കണമേ. കെട്ടുകളെല്ലാം അടിക്കണമേ. ബന്ധനമെല്ലാം അഴിക്കണമേ. കെട്ടുകളെല്ലാം അഴിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളിലുള്ള എല്ലാ നിരാശകളുടെ ആ മേഖലകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിനെ അയക്കുക. ഏതെങ്കിലും ഭവനങ്ങളിൽ സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കള് പരിശുദ്ധാത്മാവിന് ആ കുടുംബങ്ങളിലേക്ക് വരട്ടെ. ഈശോയുടെ സ്നേഹം അവരനുഭവിക്കട്ടെ. 1 യോഹന്നാൻ 4:8 സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം സ്നേഹമാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ഭവനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു കിട്ടിയ ആ സ്നേഹമാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മളെ കാർന്ന് തിന്നുന്ന മഹാമാരി ഒന്നാണ് നിരാശരോഗം, വിഷാദം. കുടുംബത്തിൽ ആനന്ദമില്ല, ജീവിതത്തിൽ ആനന്ദമില്ല. പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം ചോദിച്ചു വാങ്ങിക്കുക. ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ആനന്ദം നൽകണമേ. ഉറപ്പായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ എഴുന്നള്ളി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം നമുക്ക് ലഭിക്കും. ജോയൽ പ്രവാചകൻ 2:23-28 2 വചനങ്ങൾ പറയുന്നുണ്ട്. സിയോൻ മക്കളെ, ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. കാരണം എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. റോമ 14:17 പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദിക്കുന്നതിനെയാണ് ഭൂമിയിലെ ദൈവരാജ്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവര്, കർത്താവ് ഇന്ന് നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വരുമ്പോൾ, പരിശുദ്ധ കുർബാന നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വരുമ്പോൾ വലിയൊരു ദൈവരാജ്യ സാക്ഷാത്കാരമാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തെയാണ് ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരമെന്ന് റോമ 14:17 പഠിപ്പിക്കുക. ആ ഒരു സാക്ഷാത്കാരത്തിനായി ഇരുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിളിച്ച മക്കളെ വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. എല്ലാവരും ഇരുകരങ്ങൾ ഉയർത്തി പെന്തക്കോസ്തയുടെ ശക്തിയായ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ അഭിഷേകമായ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, തിന്മയുടെ, അസ്വസ്ഥതകളുടെ
പിശാചുകളുടെ എല്ലാ ബന്ധനങ്ങളെ ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, പ്രാർത്ഥനയുടെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, മാനസിക രോഗങ്ങൾ വിട്ടുമാറട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ആമേൻ, ആമേൻ. വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഒരു പുതിയൊരു അഭിഷേകം, പുതിയൊരു ബന്ധക്കോസ്താനുഭവം. വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഈ ഒരു വലിയ അഭിഷേകത്തിന്, ഈ ഒരു ബന്ധക്കോസ്ത അനുഭവത്തിന് കരങ്ങൾ വീശി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കിടപ്പ് രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട് പറമ്പ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഗറ്റീവ് എനർജികളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടോത്ര ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാവ് ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കുപ്പിപ്പിടിച്ച് തമ്പുരാന്റെ മുൻപിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുക. ഈ വർഷത്തെ പെന്തക്കോസ്ത ഒരു സാധാരണ പെന്തക്കോസ്തയല്ല. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കാൻ ഷാലോം ശുശ്രൂഷയിലൂടെ കർത്താവായ യേശു ക്രിസ്തു അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് നമ്മുടെ മനസ്സിലേക്കും കുടുംബത്തിലേക്കും ശരീരത്തിലേക്കും പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്ന ഒരു പെന്തക്കോസ്തയാണ്. നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായിട്ടും തമ്പുരാന് വിട്ടുകൊടുക്കുക. ഈ പരിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമാണ്. ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികൾക്ക് സൗഖ്യം കിട്ടി. ചെകിടന് കേൾവിശക്തി കിട്ടി, കുരുടന് കാഴ്ചശക്തി കിട്ടി, തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഭവനങ്ങളിൽ അനവധിയായ രോഗികളുണ്ട്. പ്രാർത്ഥിക്കാത്തവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, കലഹിക്കുന്നവരുണ്ട്, കുടുംബ തകർച്ചകൾ നേരിടുന്നവരുണ്ട്. അവരുടെ എല്ലാം മുൻപിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുക. ആഗ്രഹിച്ച് എളിമയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ആശീർവാദ സമയത്ത്
ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്നത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്ക് പ്രകാശം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ശക്തിയാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത്. സ്വർഗം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന നിമിഷമാണ്. നിങ്ങളുടെ നിരാശകൾ വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങളുടെ മേലുള്ള ബാധകൾ ഒഴിഞ്ഞു പോകുന്ന നിമിഷമാണ്. സർപ്പദോഷങ്ങൾ വിട്ടുപോകുന്ന നിമിഷമാണ്. കരങ്ങൾ കൂപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോടെ ഒരിക്കൽ കൂടെ തമ്പുരാന്റെ മുൻപിൽ സാധിക്കുന്നവര് മുട്ടുകുത്തി നിന്ന് തല കുമ്പിട്ട് കരങ്ങൾ കുപ്പി പിടിച്ച് ഈശോനെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം